ഹായ് വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. ഇപ്പൊ നമ്മൾ ഫോൺ ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഒരു പ്രശ്നമാണ് അനാവശ്യമായി നമുക്ക് ഫോൺ കോൾസുകൾ വരിക. അതുപോലെ തന്നെ പല തട്ടിപ്പുകൾ, പല സ്കാമുകൾ നമ്മുടെ ഫോണിലേക്ക് വന്നിട്ട് നമ്മുടെ പൈസ പോകുന്ന പ്രശ്നങ്ങൾ വരിക. അപ്പൊ നമ്മളിങ്ങനെ വിചാരിക്കും നമ്മുടെ ഫോൺ നമ്പർ എങ്ങനെയാണ് ഷെയർ ചെയ്യപ്പെടുന്നത് എന്നുള്ളതും, അല്ലെങ്കിൽ മറ്റുള്ള ഒരു അറിവോ ഇല്ലാത്ത ആളുകൾ നമ്മളങ്ങനെ വിളിച്ചിട്ട് ശല്യപ്പെടുന്നത്, ഇതൊക്കെ നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് തടയാൻ പറ്റുക എന്നുള്ളത് നമ്മുടെ ഫോണിൽ തന്നെ അതിനുള്ള ചെറിയൊരു സെറ്റിംഗ്സ് ഉണ്ട്, ഞാനത് കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾ ഇതേപോലെ തന്നെ നിങ്ങളൊന്ന് ഫോണിൽ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പരിധി വരെ ഇതേപോലുള്ള സ്കാം കോളുകൾ കാര്യങ്ങളൊക്കെ വരുന്നത് തടയാൻ വേണ്ടി സാധിക്കും. അത് പറഞ്ഞു തരുന്നതിന് മുൻപ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടുള്ള ലൈക്ക് ബട്ടൺ എല്ലാ ഫ്രണ്ട്സിലേക്കും ഈ ഒരു അടിപൊളി ഇൻഫർമേഷൻ ഇപ്പൊ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. നമ്മുടെ ഫോണിലേക്ക് ചില സമയങ്ങളിൽ അനാവശ്യമായിട്ടുള്ള കോളുകൾ വരാറുണ്ട് അല്ലെ. അതുപോലെ തന്നെ പല സ്പാം കോളുകൾ വരാറുണ്ട് നമ്മുടെ ഫോണിലെ. അതായത് നമ്മുടെ ബാങ്കിലെ അക്കൗണ്ട് കാര്യങ്ങളൊക്കെ ചോർത്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പലരും വിളിക്കാറുണ്ട്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിക്കും നമ്മുടെ നമ്പർ എങ്ങനെയാണ് നമ്മുടെ ചോർന്നു പോകുന്നത് അല്ലെ. അത് ഒഴിവാക്കാൻ ഒരു സെറ്റിംഗ്സ് ഞാൻ കാണിച്ചത്. നമ്മുടെ സെറ്റിംഗ്സ് കണ്ടില്ലേ, ആ സെറ്റിംഗ്സ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഫോണിൽ നിങ്ങൾ സെറ്റിംഗ്സ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും താഴെ നമുക്ക് ഗൂഗിൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അല്ലെ. ആ ഗൂഗിൾ എന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുകളിൽ ഇമെയിൽ ഐ ഡി കാണിക്കുന്നില്ല. അതിന്റെ താഴെയായിട്ട് നമുക്ക് ഓൾ സർവീസസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണുന്നുണ്ട്, കണ്ടില്ലേ, ഓൾ സർവീസസ്. അതായത് റെക്കമെൻഡഡിന്റെ തൊട്ടടുത്തായിട്ട് ഓൾ സർവീസസ്. നിങ്ങൾക്ക് താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ട് ഓപ്ഷൻസ് ശ്രദ്ധിക്കുക. ഒന്ന് ഫോൺ നമ്പർ വെരിഫിക്കേഷൻ ആണ്, അതിന്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഫോൺ നമ്പർ ഷെയറിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ഈ ഫോൺ നമ്പർ ഷെയറിംഗിൽ ഒന്ന് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക. ആ ഫോൺ നമ്പർ ഷെയറിംഗിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ കണ്ടില്ലേ ഫോൺ നമ്പർ ഷെയറിംഗ്. ഇവിടെ ഫോൺ നമ്പർ ഷെയറിംഗ് ഞാനിവിടെ ഓഫ് ചെയ്ത് വെച്ചാണ്. ഇവിടെ നമ്മളോട് പറയുന്നുണ്ട് കണ്ടില്ലേ, തേർഡ് പാർട്ടിക്ക് വേണ്ടിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഗൂഗിൾ ഷെയർ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ഏത് നമ്മുടെ ഫോൺ നമ്പർ. അപ്പൊ അങ്ങനെയാണ് പല പാർട്ടിക്കാർക്ക്, തേർഡ് പാർട്ടിക്കാർക്ക് നമ്മുടെ ഫോൺ നമ്പർ കിട്ടുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫോണിലേക്ക് അനാവശ്യ കോളുകൾ വരാതിരിക്കാൻ എന്ത് ചെയ്യുക, അതൊന്ന് എനേബിൾ ചെയ്ത് വെക്കുന്ന ഒന്ന് മാറ്റിയിട്ട് നിങ്ങൾ ഡിസേബിൾ ചെയ്ത് വെക്കുക. ശ്രദ്ധിക്കുക, ഡിസേബിൾ ചെയ്യാണ് വേണ്ടത്.